ഈ പത്തനംതിട്ടയിലുള്ള ഈ ഒരു സ്ഥാപനം, ഗിരിജയുടെ സ്ഥാപനം, എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അത്യധികം സൂപ്പറായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉന്നതന്മാരുടെ സപ്പോർട്ടോടുകൂടി, സ്വാഭാവികം. പക്ഷേ നമ്മുടെ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ബാഡ് മെസ്സേജ് ഉണ്ട്. അതായത് ഭയത്തിൽ കൂടെ ഒരാളെ ഒതുക്കാം എന്നുള്ളത്. ഭയം വെടിഞ്ഞ് അതിനു വേണ്ടി ഇറങ്ങി നിൽക്കുന്ന മനുഷ്യരെ ഒതുക്കാൻ പറ്റില്ല എന്ന് കുറച്ച് നല്ല മനുഷ്യർ നമുക്ക് കാണിച്ചു തരികയാണ്. അതിലൊരാളാണ് കെന്നഡി സാർ. അതേ നാട്ടിലുള്ള തന്നെ ആൾ തന്നെയാണ്. പുള്ളി ഇതിൻ്റെ പിറകിൽ ഭയങ്കരമായിട്ട് ഇറങ്ങി കൃത്യമായി തെളിവുകൾ സംഘടിപ്പിച്ചിട്ട് തന്നെയാണ് കളക്ടർക്ക് പരാതി കൊടുത്തത്. അപ്പോൾ പരാതി കൊടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഒരു പരാതി കൊടുക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. സോ അൺഫോർച്യൂൺ അവർ റിപ്പോർട്ട് അടിച്ചിട്ട് അതെനിക്ക് എൻ്റെ വീഡിയോ പോയിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് അടിച്ച് എൻ്റെ നിന്ന് സ്ട്രൈക്ക് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. എനിവേ അതുപോട്ടെ, സാരമില്ല. പക്ഷെ കാര്യം നടന്നിട്ടുണ്ട്. അദ്ദേഹം പുതിയ ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ, അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ എല്ലാവർക്കും മുഖമില്ലായിരുന്നു, അദ്ദേഹത്തിന് മുഖമുണ്ട്. മുഖത്തോടു കൂടി അദ്ദേഹം കൃത്യമായി പറയുന്നു. ഭയമില്ലാതെ മുന്നോട്ട് വരാൻ ബാക്കിയുള്ളവർക്കൊരു പ്രചോദനം തന്നെയാണ് കെന്നഡി സാർ എന്ന് ഞാൻ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ബഗർ ഹോം. അതിനകത്തുണ്ടായിരുന്ന അന്തേവാസികളെയാണ് ഇവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതറിയാമല്ലോ, ഈ ഉദ്യോഗസ്ഥന്മാർ കുറച്ച് ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ചൈൽഡ് ലൈനിൽ. അവരുടെയൊക്കെ പേര് തുറന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അവർ കൊണ്ടുപോയ ആൾക്കാർ എന്ത് ചെയ്തു, എവിടം വരെ എത്തിയെന്ന് പുറകെ അന്വേഷിച്ചതിൽ നിന്ന് ഈ നസീമ എന്ന് പറയുന്ന സ്ത്രീയുടെ കേസ് വളരെ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുകയും അതിൻ്റെ പിറകിൽ പോവുകയും കൂടുതൽ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസ് അന്വേഷണത്തിൽ അവിടെ നടക്കുന്ന മേർഡറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അവിടെ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടെന്ന് ഒന്നല്ല, രണ്ടാമത്തതാണ് ഇതിപ്പോൾ നമ്മൾ കേൾക്കുന്ന ലക്ഷ്മി എന്ന്. അത് സന്ധ്യ പല്ലവിയാണ് ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അത് സന്ധ്യ പല്ലവിയുടെ കയ്യിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷേ കെന്നഡി സാറിൻ്റെ കയ്യിൽ ഈ സീമയുടെ കാര്യം എന്നോട് തുറന്നു പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. പൂർണ്ണരൂപം വേണമെങ്കിൽ ആ ചാനലിൽ തന്നെ പോകണം. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. പൂർണ്ണരൂപം അവിടെയാണുള്ളത്. അതിൽ നിന്ന് കുറച്ച് ചൂണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. കേൾക്കാം. പെർമിഷനോടാണ് കേട്ടോ. നസീമ മരണപ്പെട്ട പിറ്റേ ദിവസം 9-ാം തീയതിയാണ്, സെപ്റ്റംബർ 9-ാം തീയതിയാണ് നസീമ മരിക്കുന്നത്. 10-ാം തീയതി രാവിലെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. അത് സംഭവം അറിയാൻ കാരണം നസീമയുടെ ആധാർ കാർഡ് എൻ്റെ കൈവശമായിരുന്നു. അതുകൊണ്ട് ആധാർ കാർഡ് ചോദിച്ചാണ് അവർ വിളിച്ചത്. അപ്പോൾ അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് തല കറങ്ങി താഴെ വീണ് ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് മരിച്ചതെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം അവരുടെ സഹോദരൻ്റെ നമ്പർ വാങ്ങിക്കുന്നു, നമ്പർ കൊടുക്കുന്നു. സഹോദരനോട് അവർ പറഞ്ഞത് വൈകിട്ട് ചായ കൊടുക്കാൻ നേരത്ത് ചായയും കൊണ്ട് ചെന്നപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാത്ത ഒരു ഇത് വന്നതുകൊണ്ട് നമ്മുടെ ഒരു ചെറിയ എളിയ അറിവ് വെച്ച് പലയിടത്തും ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് നസീമയ്ക്ക് തലക്കടിയേറ്റിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം സുഖമില്ലാതെ കിടപ്പായിരുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടേ ഇല്ല, അങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിഞ്ഞു. പക്ഷെ നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് കോടതിയിൽ അതിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഇത് ഇറങ്ങാൻ പ്രധാന കാരണം ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയാണ്. കാരണം ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി, കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു ഗവൺമെൻറ് കീഴിലുള്ള ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ആ സെക്രട്ടറി മിക്ക ദിവസങ്ങളും അവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ മിക്ക ദിവസം വന്നു പോകുമ്പോൾ ഈ സെപ്റ്റംബർ 9-ാം തീയതി മരിച്ച നസീമയുടെ മരണം തീർച്ചയായും ഇദ്ദേഹം അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ മരണം അറിഞ്ഞിരിക്കുകയും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുകയും എന്തെങ്കിലും ഒരു വാർത്ത പുറത്തു വരികയും ചെയ്തിരിക്കണമായിരുന്നു. പക്ഷെ അതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ മനസ്സിന് ഇത് ചെയ്തു. രണ്ടാമത്, ഞാൻ രഹസ്യമായിട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽപ്പെട്ടതാണ് നമ്മുടെ ജീവമാത കാരുണ്യ ഭവൻ. പോലീസ് സ്റ്റേഷനുമായിട്ട് ഞാൻ ഇതിനെപ്പറ്റിയല്ല അന്വേഷിച്ചത്, വേറെ രീതിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പോലീസ് ഈ സംഭവം അറിഞ്ഞിട്ടില്ലെന്നാണ് നാളിന്ന് വരെയുള്ള എൻ്റെ ഒരു അനുഭവം. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരു അനാഥാലയത്തിൽ അല്ലെങ്കിൽ ഒരു ബഗർ ഹോമിൽ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഒരു മരണം നടന്നാൽ, അവിടെ വെച്ച് നടന്നാൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ് ഉത്തരവ്, അത് ആ സ്ഥാപനത്തിൽ വെച്ചാണ് മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അവിടെ വന്നാൽ ഡെഡ് ബോഡി പരിശോധിക്കണം. അതിലെന്തെങ്കിലും മുറിവുകളോ ചതവുകളോ അടിപ്പാടുകളോ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഈ ഡെഡ് ബോഡി മോർച്ചറിലേക്ക് അയക്കാൻ പാടുള്ളൂ. പക്ഷേ നസീമയുടെ ബോഡിയുമായിട്ട് യാതൊരു പരിശോധനകളും നടന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. പോലീസ് അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിയമപരമായിട്ട് പോലീസ് അത് പുറത്തു വിട്ടെ. അപ്പോൾ അതിനുശേഷം എനിക്കും ചില രഹസ്യങ്ങൾ അറിയാം, അതിനുശേഷം ഞാൻ ആ രഹസ്യങ്ങൾ പുറത്തു വിടുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഈ സഹോദരങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവരെ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് സഹോദരങ്ങൾക്കുണ്ടായിരുന്നു. അപ്പം മരണത്തിൽ സന്തോഷിച്ചു എന്നുള്ളതല്ല, മരണം അറിഞ്ഞപ്പോൾ തന്നെ മരിച്ചു എന്നുള്ളൊരു വിധിയോടെ പോയി. രണ്ടാമത്, ഈ സഹോദരൻ അവിടെ ചെന്ന നസീമയ്ക്ക് 2 സഹോദരങ്ങളാണുള്ളത്. അവരെ കൂടെ നിർത്താനുള്ള ബുദ്ധിമുട്ട് നസീമയുടെ സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം മുൻപത്തെ വീഡിയോയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, ഇതിൽ പോലീസിൻ്റെ ഹാൻഡ് ഉണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായിട്ട് എനിക്കും അറിയത്തില്ല.
പക്ഷെ അങ്ങനെയൊന്നുണ്ടല്ലോ, എവിടെയെങ്കിലും ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ അസ്വാഭാവിക മരണം കണ്ടു കഴിഞ്ഞാൽ അത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം. എന്തുകൊണ്ടാണ് ഇവരുടെ സ്ഥാപനത്തിൽ ആളുകൾ മരണപ്പെടുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാത്തത്? അത് ഭയങ്കരമായ റവന്യൂ കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ ബോഡി. ഏറ്റവും നന്നായി റവന്യൂ കിട്ടാൻ സാധ്യതയുള്ളതും ഈ ഓൾഡ് ഏജ് ഹോം നടത്തുമ്പോഴാണ്. അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയവർക്കറിയാം. ഈ ഡെഡ് ബോഡീസ് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് കിട്ടും. 25,000 എന്നാണ് അവർ പറയുന്നത്. നിജപ്പെടുത്തിയ എമൗണ്ടാണ്. അതല്ലാതെ ഈ ബോഡി പഠിക്കാൻ കൊടുക്കുന്നതിന് മറ്റൊരു തുക കിട്ടും. ആകെ മൊത്തത്തിൽ അനാഥരായ, ആരും ആശ്രയമില്ലാത്ത മനുഷ്യരെ നമ്മൾ അവിടെ കൊണ്ട് പാർപ്പിക്കുന്നു. അവർക്ക് മറ്റാരും ചോദ്യം ചെയ്യാനില്ല, അല്ലെങ്കിൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനില്ല വെച്ചാൽ ആ ബോഡി അവർക്ക് ഫ്രീ ആയി കിട്ടുന്നു. ഇനി കുറച്ച് നാളുകൾക്കിപ്പുറം അവർ വാർദ്ധക്യ സഹജമായ കാരണങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നമുക്ക് സഹിക്കാം, കുഴപ്പമില്ല, അതങ്ങനെയാണ്. പക്ഷേ അവരെ മരണത്തിന് ഇട്ടുകൊടുക്കുകയും തല്ലി കൊല്ലുകയാണ് അവിടെ പതിവ്. അതിനുവേണ്ടി തന്നെയാണ് അത്രയും നിഗൂഢമായ ഒരു ഏരിയയിലേക്ക് ആ സ്ത്രീ മുറിയെടുത്ത് വീടെടുത്ത് പോയിട്ടുള്ളത്. നിങ്ങളത് ഒന്ന് പോയി കാണുക. നിങ്ങൾ ആ ഈ ജീവമാത എന്ന് പറയുന്ന ഈ ഒരു ഓർഫനേജ് നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം മരണം. എനിക്കൊന്ന് എലന്തൂരുള്ള ആ നരബലി നടന്ന വീടിനേക്കാൾ ഭയാനകത ഈ ഒരു സ്ഥലത്തിന് തോന്നിയിട്ടുണ്ട്. അത്രത്തോളം ഭീകരമാണ്. അത് വെറുതെ പറയുന്നതല്ല, പോയി നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ അവരോട് പറഞ്ഞത് ഭയങ്കരമായി കയർത്താ സംസാരിച്ചത്. ഇതിൽ സംശയം ഉണ്ടോ? പോസ്റ്റ്മോർട്ടം ചെയ്യണോ? ഒന്നും ചെയ്യും, പിന്നെ കോടതി കയറി നടന്നു. ഇങ്ങനെ പറയുമ്പോൾ ആരായാലും ഒരു പേടി തോന്നും. നീ പോസ്റ്റ്മോർട്ടം ചെയ്ത് കോടതി കയറി നടക്കണോ? മരിച്ചോ മരിച്ചു, പിന്നെ ദൈവം എടുത്തു. ഇങ്ങനെയുള്ള ഒരു ധാരണയോടാണ് ശവം പെട്ടെന്ന് മറവ് ചെയ്തത്. സത്യത്തിൽ ഇങ്ങനെ ഒരു അന്തേവാസി മരണപ്പെട്ടാൽ അത് പിറ്റേ ദിവസത്തെ പേപ്പറിൽ കൊടുത്ത് വാർത്ത കൊടുത്തു 24 മണിക്കൂർ അവർ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷമേ ഡെഡ് ബോഡി അടക്കം ചെയ്യാൻ പാടുള്ളൂ. ഇനി മാതാ കാരുണ്യ ഭവൻ പക്ക ഫ്രോഡായിട്ടാണ് നാളിന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് നമ്മൾ ചുമ്മാ വാവണ്ട അങ്ങ് പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല. പക്ക ഫ്രോഡായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി, ഓർഫനേജ് ബോർഡ്, സാമൂഹ്യനീതി വകുപ്പ് ഇവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാന ഉദാഹരണം അഡ്വക്കേറ്റ് രാജീവ് സാറാണ്. രാജീവ് സാറിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ കേസ് മുന്നോട്ട് വരുന്നതും. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പീഡനക്കഥയാണല്ലോ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ എനിക്കറിയാമായിരുന്നു. ഇവർ മകനെ കൊണ്ട് കെട്ടിക്കാൻ പോവുകയാണെന്നുള്ളവരും കെട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ പോലുള്ളവർക്ക് ഇത് അറിവുണ്ടായിരുന്നു. ഇവരെന്ത് വരെയാണ് എത്തിപ്പെടുന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മകനെ കൊണ്ട് ഇവരെ കെട്ടിക്കാൻ ഇവർക്ക് യാതൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കേസ് പൊങ്ങി വന്നതുകൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം ആ കുട്ടിക്കാണ്, ആ പെൺകുട്ടിക്കാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിവാഹം നടത്തുക, 2-3 വർഷം കഴിഞ്ഞ് ഈ കൊച്ചിനെ തട്ടിക്കളയുക, ഇല്ലാതാക്കുക. അതിനുശേഷം സ്വന്തം മകന് ഇഷ്ടപ്രകാരമുള്ള വിവാഹം നടത്താൻ വേണ്ടിയാണ് അവരുടെ പദ്ധതി. പക്ഷെ അത് പൊളിഞ്ഞു. അതുകൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു, ഇരയാക്കപ്പെട്ട പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ആ സ്ഥാപനത്തിൽ വേറെ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പീഡിപ്പിക്കപ്പെട്ടത് മാത്രമല്ല സംഭവം, ആ നടത്തിപ്പുകാർ തന്നെ ഒരു തെറ്റായ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പല ഉദാഹരണങ്ങളും വന്നു. ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു പയ്യനെ പോലും സ്വന്തം അമ്മയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. എൻ്റെ മോനെ അവിടെ കൂടെ കൊടുക്കാനുള്ളതല്ല, എൻ്റെ മോൻ സ്വന്തം അമ്മ പറയാം എൻ്റെ മോൻ നല്ല മോനാണ്, അവൾ പിഴച്ചതാണ്, ആ പിഴച്ചതിൻ്റെ കൂടെ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ എൻ്റെ മോനെ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പെറ്റ തള്ള പറയുമ്പോൾ അത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റും. വളരെ മോശമായ രീതിയിലാണ് അവർ ജീവിച്ചത്. അത് അവരെങ്ങനെയും ജീവിച്ചോട്ടെ, അതിലൊന്നും നമുക്ക് പരാതിയൊന്നും ഇല്ല. പക്ഷെങ്കിൽ ഇതിനകത്ത് നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം കൈപ്പറ്റുന്ന ഓഫീസർമാർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇവർക്ക് പങ്കായിട്ടും അവരുടെ പങ്ക് കൈപ്പറ്റാനും പോകുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ സെക്രട്ടറി, എടുത്തു പറയാം മെമ്പർ സെക്രട്ടറി, സാമൂഹ്യനീതി വകുപ്പ്, ഇന്നത്തെ പത്തനംതിട്ടയിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ, ഇവരൊക്കെ അവരുടെ പങ്ക് കൈപ്പറ്റുന്നവരാണ്. അവർ പങ്ക് കൈപ്പറ്റുന്നവരായതുകൊണ്ടാണ് അവർ സ്ഥിരമായിട്ട് അവിടെ പോകുന്നത്. അത് ചുമ്മാ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇവർക്ക് ഈ കൊടുക്കുന്ന പണത്തിലും അത് കൃത്യമായിട്ട് അവർ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നില്ല. ഇവർ കൊടുക്കുന്നില്ലായിരുന്നു. കൊടുക്കുന്നുണ്ടെങ്കിൽ 101% ഗിരിജയ്ക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോമരാജൻ എന്ന് പറഞ്ഞ ഓഫീസ് നടത്തുന്ന ഗാന്ധി ഭവൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും മരുമകളുടെയും പേരിൽ പിന്നെ വേറെ ബന്ധുണ്ടായി അദ്ദേഹത്തിന്, അവരുടെ പേരിൽ സ്വത്ത് പരിശോധിക്കട്ടെ. അവർക്ക് എന്താണ് ജോലി? ഇപ്പോൾ കെന്നഡി ചാക്കോ എന്ന എനിക്കെന്താ ജോലി? എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ എല്ലാം നിയമപരമായിട്ട് നമുക്ക് പാൻ കാർഡ്, ആധാർ കാർഡ് വിവരമാണ് എല്ലാം ചേരുന്നത്. പക്ഷെ നമ്മൾ ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഗിഫ്റ്റുകൾ, പൈസ അല്ലെങ്കിൽ പൊരുൾകൾ, എന്തൊക്കെ സാധനങ്ങളാണ്, ഇതൊന്നും കുട്ടികളിൽ എത്തുന്നില്ല, അവർക്കും എത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെത്. ഞാൻ അതിന് കുറച്ച് ഭാഗം കട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കേൾക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണ രൂപം അവരുടെ ചാനലിൽ തന്നെ പോയി കാണുക. പരാതി കൊടുത്താൽ ഇവർക്ക് ആധാർ കാർഡില്ല, പാൻ കാർഡില്ല, അതെന്താ ഇല്ലാതെ പോകുന്നത്? ഇവർക്ക് ഒറ്റ നിമിഷത്തിൽ ഇവരുടെ സ്വത്ത് വിവരം മുഴുവൻ പരിശോധിക്കാം. പക്ഷെ നമ്മളൊരു കാര്യം പോയി അവതരിപ്പിക്കുമ്പോൾ അത് വേണ്ട, അവർക്ക് പരിശോധിക്കാൻ താല്പര്യമില്ല. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കല്ല കുറ്റം. പിന്നെ അകത്ത് ഏറ്റവും പറയപ്പെടേണ്ട ഒരു വിഷയം ഡെഡ് ബോഡി വിൽക്കുക എന്നുള്ളത്. ഒരു 4-5 വർഷം മുമ്പ്
ഞാനൊരു നമ്മുടെ ഒരു അന്തേവാസി മരണപ്പെട്ടപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക്, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഡെഡ് ബോഡി കൊടുത്തു. അത് പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയും പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഇതൊക്കെ നടക്കുന്നത്. അന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഇത് പേപ്പറിൽ വന്നു. കെന്നഡി ചാക്കോ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നടത്തി വരുന്ന അതായത് നെസ്റ്റ് എന്ന സ്ഥാപനത്തിൽ അന്തേവാസിയുടെ ഡെഡ് ബോഡി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് സമർപ്പിച്ചു എന്ന് വാർത്ത വന്നു. വാർത്ത വന്നതിൻ്റെ അന്നത്തെ ദിവസം എന്നെ ഒരാൾ ഫോണിൽ വിളിച്ച്, നിങ്ങൾ അങ്ങനെ കൊടുത്തേ, 3-4 ലക്ഷം രൂപ കിട്ടിയതിന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഡെഡ് ബോഡി കച്ചവടവും കേരളത്തിൽ സുലഭമായിട്ട് നടക്കുന്നുണ്ട്. ഗാന്ധി ഭവനെ പറ്റി പറയുകയാണെങ്കിൽ 1996 മുതൽ ഗാന്ധി ഭവൻ്റെ മരണപ്പെട്ട ആളുകൾ ലിസ്റ്റ് എടുത്താൽ ഗാന്ധി ഭവൻ സോമരാജൻ സെൻട്രൽ ജയിലിലല്ല, ഇനി ഇപ്പോഴത്തെ നമ്മുടെ വിധി നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ഇനി അദ്ദേഹം ഒരു 100 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരൊന്നും പുറത്ത് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പരാതിപ്പെടാനും പേടിയാണ്, ഭയമാണ്, എല്ലാവർക്കും പേടിയാണ്. ഞാൻ ഇനി അവരെല്ലാം എന്നെ ചെയ്താലോ. ഇപ്പം ഞാൻ SP-ക്ക് ഈ നമ്മുടെ നസീമയുടെ പരാതി കൊടുത്തിട്ട് വന്ന സമയത്ത് എന്നോട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത്, നിങ്ങൾ വളരെ ഭീകരമായ ഒരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത്, സൂക്ഷിക്കണം. അപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുകയാണ്. മുന്നോട്ട് അദ്ദേഹം ഭയപ്പെടുത്തിയല്ല, ആ ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഈ ഒരു ഭയപ്പെടുത്തലാണ് നമ്മളെപ്പോലുള്ളവർ ഒരുപാട് പേര് അബദ്ധത്തിലും നമ്മൾ വിട്ടികളായിക്കൊണ്ടിരിക്കുന്നതിന് അർത്ഥം. കാരണം അവർ ഞാൻ നോക്കുമ്പോൾ അവർക്ക് ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല പങ്കുണ്ട്. ഒന്ന് ഇപ്പോൾ സസ്പെൻഷനിലായ ഒരാൾ, ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി, സാമൂഹ്യനീതി വകുപ്പ്, പിന്നെ ചിറ്റയം ഗോപകുമാർ, അവിടുത്തെ MLA ചിറ്റയം ഗോപകുമാർ. അവിടെ എന്തോ ഒരു സമീപകാലത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഭാഗം കണ്ടതാണ്. പെട്ടെന്ന് ഗാന്ധി ഭവനെ പറ്റിയും പറയുന്നുണ്ട്. എനിക്ക് അതിൻ്റെ കൃത്യത അറിയത്തില്ല, പക്ഷെ അത് കേട്ടപ്പോൾ പ്ലേ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിതിവിടെ പ്ലേ ചെയ്യുന്നത്. ആക്ച്വലി ഇങ്ങനെ കുറേ അനാഥാശ്രമങ്ങൾ, അതേപോലെ വൃദ്ധസദനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഒരുപാട് ലാഭമുണ്ട്. മനുഷ്യത്വപരമായിട്ട് നടത്തുന്ന വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. സേവന മനോഭാവത്തോടു കൂടി നടത്തുന്ന കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതുപോലെ ഫേക്കാണ്. പണം വെളുപ്പിക്കാനും അവർക്ക് സമ്പാദിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അതിശയം തോന്നുന്നു. എവിടേക്കാണ് നമ്മൾ നടന്നെത്തുന്നതെന്ന് ഒരു രൂപമില്ല. അദ്ദേഹം പറയുന്നത് MLA വിളിക്കലാന്നാ, മനസ്സിലായോ? അപ്പോൾ കുറ്റം ചെയ്ത ആളാണ് MLA വിളിക്കലാന്ന് പറയുന്നത്. അതിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സജ്ജീകരണം പുള്ളിക്കാരിക്കുണ്ട്. പുള്ളിക്കാരി ആരെയും എതിർത്ത് സംസാരിക്കും. പുള്ളിക്കാരി എതിർത്ത് സംസാരിക്കാത്തത് എന്നോട് ഒരാളോട് മാത്രമേ ഉള്ളൂ. എന്നോട് പുള്ളിക്കാരി എതിർത്ത് പുഴു വരിച്ചു കൊണ്ട് ഞാനതിന് ഒരുപാട് കോപിതനായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മരണപ്പെട്ടുന്ന നസീമയെ അവിടെ കൊണ്ടുചെന്നത് പുഴു വരിച്ചാണ് കൊണ്ടുവന്നത് എന്ന് ഇവർ പൊതുസമൂഹത്തോട് പറഞ്ഞു. സാമൂഹ്യനീതി ഓഫീസിലുള്ള ആളുകളോടും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയ സാമൂഹ്യനീതി ഓഫീസറും കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ഇവിടെ അവരെ കൊണ്ടുപോയപ്പോൾ പരിശോധന നടത്തിയ നേഴ്സുമാരെ ഒക്കെ അറസ്റ്റ് ചെയ്യണം. കാരണം ഇവരെ ഈ പുഴു വരിച്ച ഒരു സ്ത്രീയെ എങ്ങനെ അവിടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി, ഹോസ്പിറ്റലല്ലേ കൊണ്ടുപോയി. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അവരെന്നോട് അധികം ഇതായിട്ട് നിന്നിട്ടില്ല. പക്ഷേ ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ഇവർക്ക് വളരെ പിൻബലമായിട്ട് നിന്ന്, ഇപ്പം ഞാൻ ഇന്നലെ അറിഞ്ഞത് ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയും സ്വന്തം ഭാര്യയും നമ്മൾ വഴക്കാനാണ്. എൻ്റെ റെക്കോർഡ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ സംശയിച്ചത് തെറ്റല്ല. കാരണം അവരുടെ വീട്ടിൽ തന്നെ അതൊരു വിഷയമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. താങ്കൾ ഇതൊക്കെ തുറന്നു പറയുമ്പോൾ താങ്കൾക്കത് ഭീഷണിയല്ലേ? ജീവന് പോലും ഭീഷണിയല്ലേ? എനിക്ക് ഭീഷണിയാണ്, എനിക്കറിയാം. എനിക്ക് ജീവന് ഭീഷണിയാണെന്നുള്ള സത്യം എനിക്കറിയാം. പക്ഷേ ഞാനതിൽ പേടിക്കുന്നില്ല. കാരണം ഒരു ദിവസം പോയാലേ പറ്റൂ. ഉദയഗിരിജ ഈ സ്ഥാപനം തുടക്കമിടുന്നതിന് മുമ്പ് നമ്മുടെ പത്തനാപുരം ഗാന്ധി ഭവനിലെ ഒരു ഏജൻറ്റ് വിഷയം എന്ന് വെച്ചാൽ ഏജൻറ്റായിട്ട് അവിടുത്തെ ഈ കളക്ഷൻ ചെയ്യുന്ന ഒരു സ്റ്റാഫായിട്ട് ജോലി ചെയ്ത ആളാണ്. പത്തനംതിട്ട ജില്ലയിൽ സ്ഥാപനം നടത്തുന്ന കുറേ പേരുണ്ട് അവിടെ ജോലി ചെയ്തവരാണ്. അതിലൊരാളായിരുന്നു ഉദയഗിരിജ. ഉദയഗിരിജയുടെ സ്വന്തം ആദ്യത്തെ ഭർത്താവ്, യഥാർത്ഥ ഭർത്താവ് മരണപ്പെട്ടത് ഉദയഗിരിജയുടെ അടുത്ത് വെച്ച് തന്നെ ഉദയഗിരിജയുടെ കാമുകൻ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അതിൽ അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അത് പോലീസ് ഇവളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. പകരം കാമുകൻ ശിക്ഷ അനുഭവിച്ചു. കാമുകൻ ഇപ്പോഴും ജയിലില്ല. അതിനുശേഷം ഗാന്ധി ഭവനിൽ നിന്നാണ് പുള്ളിക്കാരത്തി ഇത് തുടങ്ങുന്നത് അല്ലേ? അതിനുശേഷമാണ് അത് അവർ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് 2009 എന്തോ തുടങ്ങിയതാണെന്നും 2011 ഭർത്താവ് മരണപ്പെട്ടുവെന്നും. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. അദ്ദേഹം ഉള്ളപ്പോൾ ഈ സ്ഥാപനം ഇല്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കൃത്യമായിട്ട് അറിയത്തില്ല. ഇപ്പോൾ ഈ ഒരു രണ്ടാം കല്യാണം നടന്നല്ലോ, അദ്ദേഹം ഒരു പക്കാ ഫ്രോഡും ഒരു റൗഡിയുമാണ്. അതേ ഈ വാര്യാപുരം പ്രദേശത്തൊക്കെ ഈ തടിക്കച്ചവടത്തിന് വന്നില്ല ഞാൻ അറിഞ്ഞത്. പക്ക പോക്കറി ജീവിതം ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എങ്ങനെ അവർ തമ്മിൽ ഇവർ തമ്മിലുള്ള ബന്ധം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. വിവാഹം കഴിച്ചത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. എനിക്കറിയാൻ കഴിഞ്ഞു. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി ബാക്കി അമ്മമാരെയോട് രക്ഷപ്പെടുത്തണം. അതാണ് നമ്മുടെ ആവശ്യം അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നസീമയുടെ മരണത്തിന്റെ ഒരു ചുരുൾ അഴിയേണ്ടതുണ്ട്. നസീമയുടെ മരണത്തിൽ അറിയേണ്ടതുണ്ട്. നസീമയുടെ മാത്രമല്ല, ഈ അനാഥാലയങ്ങളിൽ മരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഡെഡ് ബോഡി എവിടെ പോകുന്നു അറിയണം.
എനിക്ക് ദ ഫൈനൽ ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ ഇതിന്റെ പൂർണ്ണ രൂപമുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പോയി കാണുക. സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ എടുത്ത് പ്ലേ ചെയ്യുന്നത്. ആക്ച്വലി നമ്മളിതൊക്കെ കേട്ടതാണല്ലോ. നമുക്ക് ഒരുപാട് പേര് തന്ന വോയിസുകളിൽ തന്നെ ഈ കഥകൾ ഉണ്ടായിരുന്നു. അത് ധൈര്യസമേതം പുറത്തേക്ക് വന്ന് പറയാൻ അദ്ദേഹത്തിന് തന്നെ സാധിച്ചു എന്നുള്ളതാണ്. കൂടുതൽ പേർ വരട്ടെ, കൂടുതൽ പേർക്ക് മനസ്സിലാകട്ടെ. കാരണം നിങ്ങളിപ്പോൾ മൗനം പാലിക്കുന്നത് വലിയൊരു ക്രൈം ചെയ്യുന്നതിന് തുല്യമാണ്. ആ സ്ത്രീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്രയായിട്ടും അവരെവിടെയുണ്ടെന്ന് പോലീസിനറിയാം. അറസ്റ്റ് ചെയ്യുന്നില്ല, മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ്. എത്ര ക്രുവൽറ്റിയാണ് അവർ ചെയ്തിരിക്കുന്നതെന്നുള്ളൊരു ഒരു ചെറിയ സൂചനയെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് കൂട്ടുനിൽക്കുമോ? അവരുടെ പേര് പറയുന്നില്ല ചാനലുകാർ. സർവത്രമായി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം വമ്പൻ ടീം ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരൻ്റെ ശബ്ദമാണ്. സാധാരണക്കാർ ശബ്ദം ഉയർത്തേണ്ട അനിവാര്യ ഘട്ടമുണ്ട്. വരും ദിവസങ്ങളിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. നല്ലതുപോലെ നടക്കട്ടെ. അടച്ചു പൂട്ടണം. അതിൽ പരം ഒരു അഭിപ്രായവും മാറ്റമില്ല. അവിടെ അടച്ച് തന്നെ പൂട്ടണം. അത് നടത്തിക്കൊണ്ടു പോകാൻ യാതൊരു അർഹതയുമില്ലാത്ത സ്ത്രീയാണ്. ഒരാളും തങ്ങളുടെ പേരൻസിനെ വിശ്വസിച്ച് അവിടെ ആക്കരുത്. ഇപ്പോഴാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഡിമാൻഡ് ചെയ്ത് നിങ്ങളുടെ പേരൻസിനെ സേഫ് ആക്കൂ. അവർ വിഷം കൊടുക്കും, അവർ കൊന്നുകളയും. ആ കൊന്നുകളയുന്നവരെ ഗവൺമെൻറ് സെക്ടറിലുള്ള ആൾക്കാർ വന്ന് വെരിഫൈ ചെയ്ത് അതിനെ ഡിസ്പോസ് ചെയ്യുന്ന രീതിയിൽ അതൊന്നും ചെയ്യാതെ, അതായത് അതിൻ്റെ പോസ്റ്റ്മോർട്ടമോ അതിൻ്റെ റിലേറ്റഡ് ഒന്നും ചെയ്യാതെ അവിടെയുള്ള അന്തേവാസികളെ തന്നെ സ്റ്റാഫായി നിയമിക്കുകയും ആ സ്റ്റാഫുകളെ കൊണ്ട് തന്നെ ആ ബോഡി വാഷ് ചെയ്യിപ്പിക്കുകയും ഒക്കെയാണ് അവരുടെ സ്ഥിരം പതിവ്. അതായത് എ വെരി ബിഗ് ക്രിമിനൽ. അവരാണ് അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ കയറി ഇരുന്നിട്ട് ഈ പോക്കൃത്തരങ്ങൾ അത്രയും കാണിക്കുന്നത്. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരു സാമാന്യ മര്യാദ പോലും സ്വീകരിക്കാതെ അത്യധികം ക്രൂരമായി അതിനെ അങ്ങ് നശിപ്പിച്ച് ഇത്രയധികം അലിഗേഷൻസ് വരുന്ന തരത്തിൽ അവരത് അങ്ങ് വല്ലാണ്ട് ഭരിച്ച് നടക്കുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. സാധാരണ മനുഷ്യരുടെ നാവാണ് അദ്ദേഹത്തിന് അത് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ബാക്കി നാട്ടുകാർക്കും അത് സാധിക്കണം. വരും ദിവസങ്ങളിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. മീറ്റിങ്ങുകൾക്ക് ശേഷം തീർച്ചയായിട്ടും ഉണ്ടാകും. 100% ആ സ്ഥാപനം അടച്ചു പൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഡിമാൻഡ്. ആ സ്ത്രീയെ ഇതുവരെ പോലീസ് പിടിച്ചോ? ഇല്ല. എവിടെയാണെന്ന് അറിയോ? പിന്നെ പോലീസുകാർക്കറിയാം, നമുക്കേ അറിയാതെ ഉള്ളൂ. പിന്നെന്താണ്? ആ മകനെ പിടിച്ചോ? ഇല്ല. ആ മകളും ബാക്കിയുള്ളവരും അവിടെ തന്നെ ഉണ്ട്. എന്നിട്ടും പോലീസുകാർ പോകുമ്പോൾ ഞങ്ങൾ ഫുഡ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത്രയും വലിയൊരു ക്രിമിനൽ സംഘം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്. എന്നിട്ടും യാതൊരു ആക്ഷനും എടുക്കാതെ ആ സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ എന്താണ് പറയുക? മറ്റൊരു കമ്മ്യൂണിറ്റി ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് നടന്നേന? ഇന്ത്യ മുഴുക്ക ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഗിരിജയുടെ കാര്യം. പക്ഷെ ഒളിച്ചു വെക്കുകയാണ്. ഇലന്തൂര് നടന്ന നരഹത്യയേക്കാൾ ഭീകരമായ ഒരു കാര്യത്തിനെ ഒളിച്ചു വെക്കാൻ ഇവരൊക്കെ വലിയ രീതിയിൽ എഫർട്ട് എടുക്കുകയാണ്. ഉന്നതന്മാരുടെ കൈകൾ അതിനകത്തുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് വജൈന പവറിന്റെ മുന്നിൽ നമ്മളൊക്കെ നിസ്സായരായി നിൽക്കുകയാണ്. വല്ലാത്ത തരം പവറായി പോയി. ഇതിനെ കണ്ടാലും മതി. എന്തോ എന്തായാലും കൊള്ളാം. ഈ സ്ത്രീ ഒരു കൊടും ക്രിമിനലാണ്. അതാണ് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വന്ന് പറയുന്നത്. ഇത്രയും ദിവസം എല്ലാവർക്കും ഭയമായിരുന്നു. ഭയം മാറി ക്രമേണ ആളുകൾ സത്യം തിരിച്ചറിഞ്ഞ് പുറത്തേക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കെന്നഡി സാറിനെ എൻ്റെ സല്യൂട്ടാണ്. കാരണം അദ്ദേഹം ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് പിറകിൽ ഒത്തിരി സഞ്ചരിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കേസ് ന്യായമുള്ളതാണ്. ആ ന്യായമായ ആ കേസിൽ കൂടെ മാത്രമേ ഈ വൃത്തസാധനത്തിന് തടയിടാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് എൻ്റെ തിരിച്ചറിവാണ്. നടക്കട്ടെ. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക. പൂർണ്ണ രൂപം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദ ഫൈനൽ ന്യൂസ് എന്ന ആ മീഡിയയിലുണ്ട് ഇതിൻ്റെ പൂർണ്ണ രൂപം. വേറെ ഏതൊക്കെയോ ചാനലിൽ അദ്ദേഹം ഡിബേറ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ പോയി കണ്ടാലും കൂടുതൽ കാര്യങ്ങൾ അറിയാം. നമ്മൾ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു പൂർണ്ണ രൂപമാണ് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അതിൽ കൂടെ ഒരു പടി കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ അറിയണമെന്നുള്ളവർ ആ ചാനലിൽ പോയി വെയിറ്റ് ചെയ്യുക. ഞാൻ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. നന്ദി.